മലപ്പുറത്തിന്റെ പരിസരം ഇതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മുസ്ലിങ്ങളുടെ ജനസംഖ്യയെ വളരെ ഭീതിയോടുകൂടിയാണ് മുൻ DGP നോക്കിക്കണ്ടത്. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ വളരെയേറെ വസ്തുതാവിരുദ്ധമായ പരാമർശം നടത്തുകയും അതിന്റെ പേരിൽ കേസെടുക്കപ്പെടുകയും ഇപ്പോൾ അതിന്റെ അനുബന്ധ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു. പക്ഷേ മലപ്പുറത്ത് തന്നെ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു IPS ഓഫീസർ സേതുരാമയ്യ അദ്ദേഹം ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടത് മലപ്പുറത്തെ മുസ്ലിം സമൂഹത്തെ ഒരിക്കലും ഇങ്ങനെ സംശയത്തോടു കൂടി കാണേണ്ടതില്ല എന്നുള്ളതും മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കുന്നത് കേരളത്തിന്റെ പ്രത്യേകിച്ചും മലബാർ പ്രദേശത്തിന്റെ വികസനങ്ങൾക്ക് പോലും അത് നിമിത്തമാകും, രാജ്യത്തെ സൃഷ്ടിക്കപ്പെടുകയാണ്, അതല്ലാതെ ഭിന്നിപ്പിക്കപ്പെടുകയല്ല അതുവഴി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പരിസരം താങ്കൾ പറയുമ്പോഴും നമ്മുടെ രാജ്യത്ത് ഇതിന്റെ പേരിൽ മാത്രമാണ് മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റുന്നതിന് വേണ്ടിയുള്ള കുൽസിതമായ ശ്രമങ്ങൾ നടക്കുന്നത്. ഇത് തിരിച്ചറിയാൻ എല്ലാ സമൂഹവും എല്ലാ സമുദായവും രംഗത്തിറങ്ങേണ്ട മനസ്സിലാക്കേണ്ട സമയം കൂടിയല്ലേ ഇത്. സെൻകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഹൃദയം ഇങ്ങനെയാണെന്ന് നമുക്ക് തിരിച്ചറിവില്ലായിരുന്നില്ല. പക്ഷെ ഞാൻ പറയുന്ന അദ്ദേഹത്തിന് കുട്ടികൾ സൃഷ്ടിക്കാൻ സാധിക്കാത്തത് മുസ്ലിങ്ങളെ കുറ്റമല്ലല്ലോ. അദ്ദേഹത്തിന് കഴിവുണ്ടാവില്ല, അതിന് ശേഷി അദ്ദേഹത്തിനില്ല. ഉൽപാദന ശേഷി ഒരു പക്ഷേ സെൻകുമാറിന് കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും ഉൽപാദനശേഷിയുള്ള ഉൽപ്പാദിക്കപ്പെടും. ഞാൻ ചോദിക്കുക, എനിക്ക് 4 മക്കളാണ്, നമുക്ക് 2 പറഞ്ഞില്ല. ഞാൻ ഒരു മുസ്ലിം ലീഗ് നിലക്ക് എനിക്ക് കുട്ടികൾ ഇനിയും വേണമെന്ന് ആവശ്യക്കാരൻ. ആ കുട്ടികൾ വേണം, ജനത വളരണം, കുട്ടികൾ വേണം. അതൊരു സമൂഹം അത് പറഞ്ഞല്ലോ, മലപ്പുറത്ത് മുസ്ലിങ്ങൾ പെറ്റുപെരുകയാണ്. പെറ്റുപെരുകുന്ന ആരാ പറയുന്നത്? സാമ്പത്തിക ശേഷിയുള്ള സെൻകുമാറിനെ പോലുള്ള ആളുകൾ, സാമ്പത്തിക ശേഷിയും ധാരാളം ഉണ്ടാക്കി വെച്ച് കോടികൾ നിരത്തി വെച്ച് ഉണ്ടാക്കിയ സെൻകുമാറിനെ പോലുള്ള ആളുകൾ മുസ്ലിങ്ങൾ പെരുകയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവകാശമില്ല. അദ്ദേഹം മറ്റുള്ള സമുദായങ്ങൾ വളർന്നോട് കാണിക്കുന്നതിന് പകരം അദ്ദേഹത്തെ സമുദായത്തെ വളർത്തട്ടെ, അതിന് പകരം മറ്റുള്ളവർ വളർന്നു. ഉണ്ണികൃഷ്ണൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മുസ്ലിങ്ങൾ ഇങ്ങനെ വളർന്നു വരികയാണെങ്കിൽ, അവർ പെറ്റുവരികയാണെങ്കിൽ അത് സമൂഹത്തിനോ അതല്ലെങ്കിൽ മറ്റു സമുദായങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമാകുമെന്ന്? ഒരിക്കലുമില്ല. കാരണം പട്ടിണി മാറിക്കിട്ടും. മുസ്ലിങ്ങൾ സാമ്പത്തികമായി വളരുകയാണ്. അത് കാരണം എന്താ? മുസ്ലിങ്ങൾ സാമ്പത്തികം വളരുന്നതുകൊണ്ടാ കീശയിൽ 10 രൂപ കൈ നീട്ടി ആരെയും കൈമടക്കൂല, ഇല്ലാന്ന് പറയില്ല. പക്ഷെ പലരും ആ മുസ്ലിം സമുദായത്തിൽ പെടാത്ത പല സമ്പന്നന്മാരും കൈ കാണിച്ചവർ തിരിഞ്ഞു നോക്കാത്ത ധാരാളം ആളുകൾ ഞാൻ കാണിച്ചുതരാം. ഏതൊരു പൗരപ്രമുഖരായ മുസ്ലിം, ഒരു സാധാരണക്കാരായ മുസ്ലിം, കൂലിപ്പണിക്ക് പോകുന്ന മുസ്ലിം വരെ ഒരാൾ കൈ കാണിച്ചാൽ 5 രൂപ 10 രൂപ എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താ? നല്ല മനസ്സാണ്. മനുഷ്യനെ സ്നേഹിക്കണം. അത് മാത്രമല്ല, ഇപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറും നിറച്ചുണ്ടെന്ന് എന്നിൽപ്പെട്ടവരെന്ന് അനുശാസിക്കുന്ന ഇസ്ലാം മത വിശ്വാസിയാണല്ലോ. അത് വേറെ ഏത് മതാ പറയണത്? ഏത് പുരാണത്തിലാണ് പറയണത്? ഏത് ഹിന്ദു പുരാണത്തിൽ എവിടെയാ പറയണത്? അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ ജാതി മതം നോക്കാതെ കൊണ്ടു കൊടുക്കണമെന്ന് ഏത് മതമാണ് പറയുന്നത്? ഞാൻ കേട്ടിട്ട് ഇസ്ലാം മതം പറയുന്നത് മാത്രമാണ്. വേറെ ആരൊക്കെ പറയുന്നത്? ഒന്നിച്ചിരിക്കാനും കൂടിയിരിക്കാനും മുസ്ലിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. ഇന്നും ആ രീതിയിൽ മുസ്ലിങ്ങളുടെ അടുക്കളയ്ക്കെല്ലാം ദളിതർക്ക്. പക്ഷേ ദളിതരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സെൻകുമാറിന്റെ അടുക്കളയിൽ പോയി വരെ ഭക്ഷണം കഴിക്കാൻ സാധിക്കൂല. സെൻകുമാർ എന്ന് പറഞ്ഞ സത്യത്തിന് ഒരു എന്താ പറയാ, ഒരു ഏറ്റവും വലിയ വർഗീയ വിഷം തുപ്പുന്ന ഒരു DGP ആയി അദ്ദേഹം കേരളത്തിൽ സേവനമനുഷ്ഠിച്ചത് ഈ സംസ്ഥാനത്തിന് ശാപമേ എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അദ്ദേഹം ഞാൻ പറഞ്ഞു, നമ്മുടെ സേതുരാമയ്യർ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. എനിക്കറിയാം, മലപ്പുറം ജില്ലാ കലക്ടർ, എനിക്ക് അദ്ദേഹത്തോട് ബന്ധം നല്ല മനുഷ്യനാണ്. ആ സേതുരാമയ്യർ മലപ്പുറത്ത് വരുമ്പോൾ പല ഉദ്യോഗസ്ഥന്മാർ ഭീതിയോട് കൂടി വരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ വരുന്നവർ പലരും മലപ്പുറത്തെ വിട്ടുപോകാൻ പ്രയാസപ്പെടുന്നു. വിരിയുമ്പോൾ, ട്രാൻസ്ഫർ ചെയ്ത് പോകുമ്പോൾ, സ്ഥലം മാറിപ്പോകുമ്പോൾ അവരെ കണ്ണുനീരാണ് വരുന്നത്. ഭീതിയോടെ വന്ന മലപ്പുറത്ത് വന്നവൻ ചിരിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. എന്തുകൊണ്ടാണ്? മനുഷ്യ സ്നേഹം കൊണ്ടാണ്. ഇനി പോകാതെ മലപ്പുറത്ത് തന്നെ വീടെടുത്ത് താമസിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ധാരാളമുണ്ട്. ഇവന്ന് ട്രാൻസ്ഫർ പോയിട്ടും നാട്ടിലേക്ക് വീട് വിട്ടു പോവാതെ അവിടുന്ന് ലീവ് എടുത്തിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഇതോട് നാട്ടിലേക്ക് പോകണില്ല. കാരണം എന്താ? സ്വസ്ഥമായ ജീവിതം, ഒരു കുഴപ്പമില്ല, ബോംബേറില്ല, കത്തിക്കുത്തില്ല, അതുപോലെ തന്നെ അപകടകരമായ യാതൊരു പ്രവൃത്തിയും ഇവിടെയില്ല. ഇവിടെ നല്ല വിശ്വാസികളാണ്. മലപ്പുറത്തിന്റെ പ്രത്യേകതയാണ്, എല്ലാവരും വിശ്വാസികളാണ്. എല്ലാ വിശ്വാസികളും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെ മുസ്ലിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയല്ല. ഞാൻ പറയാം, ഈ സെൻകുമാറിനെ പോലുള്ള ആളുകൾ എന്താണ് ഈ രാജ്യത്തെ ദളിതർക്ക് വേണ്ടി ചെയ്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത്? മുസ്ലിങ്ങളെ മാത്രം അദ്ദേഹം തെറി പറയുന്നു, മോശമാക്കി പറയുന്നു എന്നതിലുപരി അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഹിന്ദു വിഭാഗത്തിന് എന്ത് ഗുണകരമായ മാറ്റമാണ് ഈ സെൻകുമാർ ചെയ്യാൻ സാധിച്ചത്? ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ഇത്രത്തോളം വിഷം, അദ്ദേഹത്തിന്റെ കിങ്ഗ്രോബയുടെ വിഷം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നത് അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോഴാണ് പുറത്തു വന്നത്.
അതുകൂടെ മനസ്സിലാക്കണം. അപ്പൊ അത് അങ്ങനെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ പറയുന്നത്. അതേസമയത്ത് ജില്ല മലപ്പുറത്ത് വന്ന പല ഉദ്യോഗസ്ഥന്മാർ DSP അടക്കമുള്ള കളക്ടർമാരടക്കമുള്ളവരൊക്കെ ജില്ലയെ ഗുണമേന്മ പറഞ്ഞ് മാത്രം പിരിഞ്ഞു പോയവരാണ്. കാരണം അവർക്ക് ജില്ലയെക്കുറിച്ച് അറിയാം, ജില്ലയിലെ പാവപ്പെട്ട സമുദായങ്ങളെ അറിയാം.